സ്തോത്രം. 2024 എങ്ങനെയുള്ള വർഷമായിരിക്കുമെന്ന് ദൈവസന്നിധിയിൽ നമുക്കറിയാം. വിശ്വസിക്കുന്ന നിങ്ങളെല്ലാവരും ചോദിക്കേണ്ടതാണ്. ഞാനും ചോദിച്ചു, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ്, ഈ വർഷം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും കർത്താവ് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ കർത്താവ് കാണിച്ചു തന്ന ചില വചനഭാഗങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഈ വർഷത്തെക്കുറിച്ച് കർത്താവിന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു തന്ന ഒരു കാര്യം, ഈ വർഷം ഒരുക്കത്തിൻ്റെ വർഷമായിരിക്കണം എന്ന് പറഞ്ഞേ. ഒരുക്കത്തിൻ്റെ വർഷം. ഹല്ലേലൂയ. ഒരുക്കത്തിൻ്റെ ഒരു വർഷം. പ്രൈസ് ഗോഡ്. മണവാട്ടിമാർ എങ്ങനെയുള്ളവരായിരിക്കണം? ഒരുക്കമുള്ളവരായിരിക്കണം. യേശു തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കുവാൻ വരുന്ന ആ സമയങ്ങളുടെ അടുത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. വേഗത്തിൽ നമ്മൾ ഒരുങ്ങി തുടങ്ങണം. ഏതെങ്കിലും കറയോ ചുളുക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചിലരൊക്കെ ഫേഷ്യൽ ചെയ്യും, പിന്നെ എന്തൊക്കെയോ അറിയില്ല, ചിലത് അധികം മുടിയുള്ളത് എടുക്കും, ഭംഗിപ്പെടുത്തും. ഇത് ആത്മീയ മണ്ഡലത്തിൽ ചെയ്യണം. എവിടെയെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ വേഗത്തിൽ ക്ഷമിച്ച്, നിരപ്പ് പ്രാപിച്ച്, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച്, ഒരുക്കത്തോടെ വിശുദ്ധിയോടെ നമ്മൾ ആയിരിക്കേണ്ട സമയമാണ് ഈ വർഷം കർത്താവ് നമുക്ക് തരികയാണ്. ഇതങ്ങ് വിശ്വസിച്ച് ഏറ്റെടുത്തോണം. കർത്താവ്, ഈ വർഷം ഞങ്ങൾക്ക് ഒരുക്കത്തിന്റെ വർഷമാകട്ടെ. ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. മത്തായി 24-ാം അധ്യായം 1 മുതൽ വായിക്കാം. വേഗം 13 വചനങ്ങൾ വായിക്കാം. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചോ അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തോ എന്നും പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളിൽ എഴുതിയിട്ടുള്ള ഭൂരിഭാഗം, അതായത് 7 വചനങ്ങളും ആദ്യത്തെ, അതായത് അന്ത്യകാല ലക്ഷണങ്ങൾ എന്ത് എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കും. സംഭവിച്ചു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല, സംഭവിച്ചു കഴിഞ്ഞു. ഇതെല്ലാം സംഭവിച്ച് കഴിഞ്ഞു. അടുത്തത്, ജനത ജനതയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. സംഭവിച്ചു. ജനത ജനതയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്ന സമയങ്ങൾ കഴിഞ്ഞു. ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധിയും അവിടെ ഉണ്ടാകും. നിങ്ങൾ നോക്കിയാൽ അറിയാം, ക്ഷാമം ഇന്നൊരു വാർത്തയേ അല്ല. അനേകം സ്ഥലങ്ങളിൽ ക്ഷാമമുണ്ട്. എക്കണോമിക് റിസഷൻ ഉണ്ട്. ഭൂകമ്പം, ഫ്ലഡ് പല സ്ഥലങ്ങളിലും. നിങ്ങൾ ന്യൂസ് ചാനൽ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പല സ്ഥലങ്ങളിലും കേൾക്കാം, ഇവിടെ വെള്ളപ്പൊക്കം. ഒരിക്കലും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ, നമ്മളുടെ അടുത്ത സംസ്ഥാനത്ത് വരെ ഈയിടെ ആയിട്ട് കേട്ടു, തൂത്തിക്കുടി, അവിടെയെല്ലാം വെള്ളം അങ്ങ് പൊങ്ങിയിരിക്കുക. അടിക്കടി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അവസ്ഥ. അടുത്തത്, അടിക്കടി പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന കാലം. ഇപ്പോ നമുക്കറിയാം JN.1 പുതിയ വേരിയന്റ് ഇറങ്ങിക്കഴിഞ്ഞു. അടിക്കടി പകർച്ചവ്യാധികൾ
വരുന്ന കാലം. ഇത് പ്രസവ വേദനയുടെ ആരംഭമത്രേ എന്ന് യേശു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവിന് പ്രസവ വേദന ഭൂമിക്ക് തുടങ്ങി. യേശുവിന്റെ വരവ്, തന്നെ സൃഷ്ടിച്ച രാജാതി രാജാവ് വരുവാൻ പോവുകയാണ്. ഭൂമി തന്നെ സൃഷ്ടിച്ച രാജാതി രാജാവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാ. ഭൂമിക്ക് പ്രസവ വേദന തുടങ്ങി. അടിക്കടി ഭൂകമ്പങ്ങൾ വരികയാ, അടിക്കടി പകർച്ചവ്യാധികൾ വരികയാ. അതുകൊണ്ട് ദൈവമക്കളോട് കർത്താവ് പറയുക, ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പൊ നടക്കുന്നത് എന്താ? ഈ പ്രസവ വേദനയുടെ, അതായത് കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ ആ വേദനയോൽ ഭൂമി കിടന്ന് ഇങ്ങനെ ആ വേദന അനുഭവിക്കുകയാണ്. സ്തോത്രം. ഇനിയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കണം, വരുവാനുള്ള കൊല്ലത്തെ കുറിച്ചാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്ക്, പ്രസവ വേദന ആരംഭിച്ചു കഴിഞ്ഞു. അടുത്തത്, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജനതകളും നിങ്ങളെ വെറുക്കും. പലരും വീണുപോവുകയും അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. അനേകം കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, അവർ അനേകരെ വഴിതെറ്റിക്കും. നോക്ക്, വ്യക്തതയോടെ മനസ്സിലാക്കണം. ഈ ഒരു കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രസവവേദന വർദ്ധിച്ചു വരുന്ന കാലത്ത് അനേകർ വീണുപോകും, അനേകർ വഴിതെറ്റിപ്പോകുന്ന ഒരു കാലം. ദൈവദാസന്മാരെന്ന് വിചാരിക്കുന്ന പലരും വീഴുന്നത് നിങ്ങൾ കാണും. ദൈവത്തിന്റെ വിശ്വാസി എന്ന് പറയുന്ന പലരും പിന്മാറ്റത്തിൽ പോകുന്നത് നമ്മൾ കാണും. അങ്ങനെ സംഭവിക്കേണ്ടതാകുന്നു. ഇത് ദൈവജനം മനസ്സിലാക്കണം. സ്നേഹം തണുത്തു പോകും. ഇപ്പോൾ ഇനിയുള്ള വർഷത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അന്തിക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ലോക സാമ്രാജ്യങ്ങൾ ഒരുങ്ങുകയാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, അന്ധകാരത്തിന്റെ സ്വാധീനം ഒരു വശത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വ്യക്തതയോടെ ഒരു വേർതിരിവ് ലോകത്ത് കാണും. ഒരു സ്ഥലത്ത് അന്തിക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ലോകരാജ്യങ്ങൾ ഒരുങ്ങുന്നു. അനേകരുടെ വിശ്വാസം തണുത്തു പോകുന്നു, അനേകർ വീണുപോകുന്നു, അനേകം കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് പലരെയും വഴിതെറ്റിക്കുന്നു, അനേകർ വിശ്വാസത്തിൽ നിന്ന് ഇടറുന്നു. ഇത് നമ്മൾ ഒരു വശത്ത് കാണും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മറുവശത്ത് കർത്താവ് തന്റെ സഭയെ പണിയും. ഓ ലോർഡ് ജീസസ്. ചുരുക്കി പറഞ്ഞാൽ, പാതാളത്തിന്റെ വാതിലുകൾ തുറക്കുന്ന സമയങ്ങൾ വരികയാണ്. പലരെയും നാശത്തിലേക്ക് വീഴ്ത്തേണ്ടതിന് ദുഷ്ടന്റെ സേന ഈ ലോകത്ത് വ്യാപരിക്കുന്ന സമയം, അന്ധകാരം പെരുകി വരുന്ന സമയം, ലോകത്തിലെ നിയമങ്ങൾ അതിനുവേണ്ടി വളച്ചു കൊടുക്കുന്ന ഒരു കാലം. ഇപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം, പല നിയമങ്ങൾ, സ്വവർഗ അനുരാഗമാകാം, സ്വവർഗത്തിൽ വിവാഹമാകാം, അബോർഷൻ ചെയ്യാം, കുഞ്ഞിനെ കൊല്ലുന്നത് തെറ്റല്ല എന്ന നിയമങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അന്തിക്രിസ്തുവിന്റെ വെളിപാടിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ വരുന്നതിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഒരു വശത്ത്. പ്രൈസ് ഗോഡ്. എന്നാൽ കർത്താവ് വ്യക്തതയോടെ പറഞ്ഞു, ഈ സമയത്തും എൻ്റെ സഭയെ ഞാൻ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഒരു വശത്ത് ലോകത്തിന്റെ അന്ധകാരം പെരുകി വരുമ്പോൾ, മറുവശത്ത് ദാഹമുള്ളവരുടെ മേൽ, തീക്ഷ്ണതയുള്ളവരുടെ മേൽ, ദൈവത്തിനു വേണ്ടി വില കൊടുക്കുന്നവരുടെ മേൽ, സ്വന്തം കാര്യലാഭത്തിനല്ലാതെ ജീവൻ കൊടുത്ത് ദൈവത്തെ സേവിക്കുന്നവരുടെ മേൽ, ആകാംക്ഷയോടെ കർത്താവിനെ പ്രതീക്ഷിക്കുന്നവരുടെ മേൽ അവന്റെ അഗ്നിയെ അവൻ അയക്കും, അവന്റെ അഭിഷേകത്തെ അവൻ അയക്കും, അവന്റെ ഉണർവിനെ അവൻ അയക്കും. ഹല്ലേലൂയ. സഭയെ അവൻ പണിയുക തന്നെ ചെയ്യും. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇനി കാണേണ്ടത്, നമ്മൾ ഈ അന്ത്യകാലത്തിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പകർച്ചവ്യാധികൾ കണ്ടു. അത് പുതുമയല്ല. ഇപ്പോ ഒരു നിസ്സാര വാർത്ത പോലെ സ്ക്രോൾ ചെയ്ത് വിടുക. പുതിയ JN.1
ഇനി പേരിടാൻ എളുപ്പമാണല്ലോ, അടുത്തതിന് 2, 3 എന്നിട്ട് പോവാം. കാരണം ആദ്യം 100 കൊല്ലത്തിലോ 1000 കൊല്ലത്തിലോ വന്നത് ഇപ്പോൾ മാസക്കണക്കിനാ വരുന്നത്. ഫ്ലഡ്, അടിക്കടി, അതാണ് അതിന്റെ ലക്ഷണം. അത് കഴിഞ്ഞ് ഒരു വിശ്വാസ ത്യാഗം സംഭവിക്കുന്ന കാലം. എന്തിനാ ഇത് പറയുന്നത്? നമ്മൾ ഒരുങ്ങിയിരിക്കുവാൻ. അനേകർ വന്ന് പലരെയും വഴിതെറ്റിക്കും. കാരണം പലരും ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം, അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയാ കർത്താവിനെ വിളിക്കുന്നത്. അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഒരുവൻ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരുവൻ, അവന് വേണ്ടി എന്റെ ജീവനെ അർപ്പിക്കണം, അവന്റെ വചനത്തെ അനുസരിക്കണം, അവൻ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തു, എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ് എന്ന ദാഹത്തോടെ സ്വയം സമർപ്പിക്കുന്നവരെയാ കർത്താവ് ചേർക്കാൻ വരുന്നത്. എന്നെ വീണ്ടെടുത്തില്ലേ, എനിക്ക് വേണ്ടി മരിച്ചില്ലേ, എനിക്ക് വേണ്ടി ക്രൂശിൽ അങ്ങ് ഏറ്റ ആ ത്യാഗത്തിന് പകരം എന്റെ ജീവൻ ഞാൻ നൽകുകയാ എന്ന് പറയുന്നവരെ കർത്താവ് നോക്കുകയാ. ഹല്ലേലൂയ. അവരുടെ മേൽ, ദാഹത്തോടെ അവനെ പ്രതീക്ഷിക്കുന്നവരുടെ മേൽ, അവന്റെ അത്ഭുതത്തെ കാണുവാൻ വാഞ്ചിക്കുന്നവരുടെ മേൽ ആത്മാവിന്റെ ഒരു ഒഴുക്കുണ്ട്, അന്ത്യകാലത്ത് ഒരു ഉണർവുണ്ട് എന്നറിഞ്ഞ് ദാഹത്തോടെ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പറയുന്നവരുടെ മേൽ അന്ത്യകാല ഉണർവ് കടന്നു വരും. ഹല്ലേലൂയ. ചില സഭകൾ വീഴും, എന്നാൽ ചിലത് ഉണർവോടെ എഴുന്നേറ്റ് പ്രകാശിക്കും. ഹല്ലേലൂയ. ലൂക്ക 18:8 വായിക്കാം. വേഗത്തിൽ അവർക്ക് നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചു. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ അനേകരുടെ വിശ്വാസം വീഴുന്ന കാലം വരും. അതിനുശേഷമാണ് മനുഷ്യപുത്രൻ വരുന്നത്. ഇനി അതിനുശേഷം അധർമ്മമൂർത്തി വെളിപ്പെടും. സ്തോത്രം. അന്തിക്രിസ്തു, ആന്റിക്രൈസ്റ്റ്, അവൻ വെളിപ്പെടും. അത് കുറച്ച് അതിനു മുൻപ് ഈ വിശ്വാസത്യാഗം, അനേകർ വീണുപോകും. കാരണം അവർ സൗകര്യങ്ങളാ നോക്കുന്നത്. നമുക്കിത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്ത് സൗകര്യങ്ങൾ നോക്കുന്നു, ഇപ്പുറത്ത് ത്യാഗം ചെയ്യുന്നു, ഇവിടെ സ്വാർത്ഥ ലാഭം, ഇവിടെ ഞാൻ എന്ത് ചെയ്യും. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഒരു ക്ലിയർ ഡിവിഷൻ നമ്മൾ വരുന്ന വർഷത്തിൽ കണ്ടു തുടങ്ങും. അനേകർ വീഴുന്ന വാർത്തകൾ നമ്മൾ കേൾക്കും. അതൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട, അതെല്ലാം സംഭവിക്കേണ്ടതാണ്. കർത്താവിനെ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ഗോഡ്. സ്തോത്രം. താങ്ക് യു ജീസസ്. ഇതിനെക്കുറിച്ച് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1 മുതൽ 3 വരെ വേഗത്തിൽ വായിക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ചോ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നതോ, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ചോ നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്തിനാലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. 3 വചനം. അതിൽ എന്താ വായിച്ച 3-ാമത്തെ വചനത്തിൽ? ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കണം. കാരണം എന്താ? അനേകരുടെ വിശ്വാസം വീണു പോകുമ്പോഴാണ് അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ ഒരു ലോക നേതാവ് എഴുന്നേൽക്കും. അവൻ നിയമങ്ങളെ മാറ്റും. അവൻ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന ഒരു അധർമ്മമൂർത്തി വെളിപ്പെടുന്ന ഒരു കാലത്തിന് മുൻപ് വിശ്വാസത്യാഗം സംഭവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ അടുത്ത വർഷം ഒരുക്കത്തിന്റെ വർഷമായിരിക്കണം നമുക്ക്. നമ്മൾ 21 ദിവസം ഉപവസിക്കാൻ പറഞ്ഞതിന്റെ കാരണം ഇതാ. അടുത്ത വർഷം കർത്താവ് എനിക്കൊരു ഒരുക്കം നൽകണം. ഞാനൊരു മണവാട്ടി പോലെ ഒരുങ്ങണം. എൻ്റെ എല്ലാ മടുപ്പും വിട്ടുകളയണം. എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ വേഗത്തിൽ ചെയ്യണം. ആ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അപ്പോൾ വിശ്വാസം വീണു പോകുന്ന അനേകർ എഴുന്നേറ്റ് പലരെയും വഴിതെറ്റിക്കുന്ന, അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഒരുക്കമുള്ള സഭയെ
ദാഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചിക്കുന്ന ദൈവമക്കളുടെ മേൽ അവൻ തന്റെ ആത്മാവിനെ പകരുന്ന കാലം കൂടിയാണ്. ഇതേ കാലത്ത് രണ്ട് കാര്യങ്ങൾ ഒരുപോലെ നടക്കും. ഒരു സ്ഥലത്ത് ലോകത്തിന്റെ ആ ശക്തി പ്രബലപ്പെട്ടു വരുമ്പോൾ ഇപ്പുറത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രബലപ്പെട്ടു വരും. ഹല്ലേലൂയ. സഭയുടെ മേൽ പാതാള ഗോപുരങ്ങൾ ജയം പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. ഈ കാലത്തെ കുറിച്ച് ഐസയ്യാ പ്രവാചകൻ എഴുതിയതുകൂടെ വായിച്ച് നമ്മൾ ആരാധനയോടെ കർത്താവിൽ ആശ്രയിച്ച് അടുത്ത വർഷത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് പ്രൈസ് ഗോഡ്. ഐസയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-2 വചനങ്ങൾ വായിക്കാം, ശ്രദ്ധിക്കുക. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അടുത്ത ആളോട് കൈ കൊടുത്ത് പറഞ്ഞേ, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഒന്നുകൂടെ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആരുടെ പ്രകാശമാ? നിന്റെ. ഒന്ന് നോക്കി പറഞ്ഞേ, അടുത്ത ആളോട് നോക്കി, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ പ്രകാശിക്കുന്ന സമയം വന്നിരിക്കുന്നു, നിന്റെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പറയുന്നു അടുത്ത വാക്യത്തിൽ, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. പറഞ്ഞേ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഒന്നുകൂടെ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇത് എപ്പോഴാണെന്നറിയോ? ഈ ഉദിക്കുന്നത് ആരുടെ? നിന്റെ പ്രകാശം ഉദിക്കുക. ആ പ്രകാശം എന്താ? യഹോവയുടെ തേജസ്. തേജസ് വന്ന് നിറയും, ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങും. ശരിയാ, ദുഷ്ടന്റെ അധർമ്മമൂർത്തിയുടെ പലതും നിങ്ങൾ ലോകത്തിൽ കാണും. എന്നാൽ ദൈവമക്കളുടെ മേൽ അവന്റെ തേജസ്, അവന്റെ ഗ്ലോറി, ഒരുക്കമുള്ളവരുടെ മേൽ അവന്റെ ശക്തി. ഇത് എപ്പോഴാ സംഭവിക്കുന്നതെന്നറിയോ? അടുത്ത വചനം ശ്രദ്ധയോടെ വായിക്കാം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനങ്ങളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. നോക്ക്, വ്യക്തതയോടെ മനസ്സിലാക്കും. ഭൂമിയിൽ അന്ധകാരം വന്ന് നിറയും, അനേകർ വീണുപോകും, അനേകരുടെ വിശ്വാസം ഇടറും, അനേകർ തണുത്തു പോകും, അനേകർ പരസ്പരം വെറുക്കും. ഇതിനെയാ പറയുന്നത്, ഭൂമിയിൽ അന്ധകാരം നിറയും. എന്നാൽ ദൈവമക്കൾക്ക് സംഭവിക്കുന്നത്, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. നിന്റെ മേൽ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. നിന്റെ മേൽ അവന്റെ തേജസ് പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഇത് സംഭവിക്കുന്ന വർഷമാണ്. ഇത് ഒരുക്കമുള്ളവരുടെ മേലാ കടന്നു വരുന്നത്. ഒന്ന് തിരിച്ചറിയി, കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നിനക്ക് വിശ്വാസം വേണം, നിനക്കൊരു ദാഹം വേണം. നീ കർത്താവിനെ പ്രതീക്ഷിക്കണം, നീ അവന്റെ അഭിഷേകം പ്രതീക്ഷിക്കണം, നീ അവന്റെ ആത്മാവിന്റെ നിറവിന് വേണ്ടി ദാഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദാഹമുള്ളവരുടെ മേൽ ഈ കൂരിരുട്ട് ഭൂമിയിൽ നിറയുന്ന സമയത്ത്, അന്ധകാരം നിറയുന്ന സമയത്ത്, ഇന്ന് കാലത്ത് ജോണങ്ങൾ പറഞ്ഞു അല്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ദൈവം ആരാ എന്നൊരു ചോദ്യമാണ്. അതിന് ഉത്തരം,
ഇരുട്ടിൽ നിന്ന് പ്രകാശം ഉണ്ടാക്കുന്നവൻ. ഹല്ലേലൂയ. കൂരിരുട്ടിൽ നിന്ന് പ്രകാശത്തെ വിളിച്ചു വരുത്തുന്നവൻ. എങ്കിൽ നിന്റെ മേലുള്ള ദൈവ പ്രകാശം എത്ര വലുതായിരിക്കും! ഓ, നിന്റെ മേലുള്ള ദൈവ തേജസ് എത്ര വലുതായിരിക്കും! നിന്റെ മേൽ യഹോവ ഉദിക്കും. അവന്റെ പ്രകാശം നിന്നിൽ വന്ന് നിറയും. ഹല്ലേലൂയ. തിരിച്ചറിയണം. നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. നിറയെ ഇരുട്ട് എന്ന് വെച്ചോ, ഇവിടെ കൂരിരുട്ട്. ഒരു ചെറിയ വെളിച്ചം കത്തിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ മുഴുവൻ കാണുന്ന വെളിച്ചമാകും. ഇത് സംഭവിക്കും. നീ വിചാരിക്കും നിന്റെ ഉള്ളിലെ തേജസ് ചെറുതാണെന്ന്. എന്നാൽ അനേകർക്ക് വെളിച്ചമാകുവാൻ യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കും. നീ പ്രകാശമാകുന്ന ഒരു കാഴ്ച നീ കാണും. അവന്റെ തേജസ്സിനാൽ നീ നിറയും. നോക്കിക്കോ, ദൈവമക്കൾ ദൈവ തേജസ് അനുഭവിക്കും. അവന്റെ സാന്നിധ്യം അനുഭവിക്കും. അവന്റെ ശക്തി അനുഭവിക്കും. ഹല്ലേലൂയ. സ്തോത്രത്തോടെ ഈ വലിയ കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതത്തിനായി അവനെ വരവേൽക്കാൻ ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. പ്രൈസ് ഗോഡ്.